എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസം തുലാം കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. ചിത്തിരയുടെ അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് തുലാം കൂറിലുള്ളത്. ഇവരുടെ ഫലങ്ങൾ പറയുന്നതിന് മുമ്പ് ഇവരുടെ സമയം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 2023 ഇവർക്ക് കണ്ടകശനി ദോഷത്തെ വെടിഞ്ഞ് ശനി 5 എന്ന ഭാവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവർക്കൊരു ആശ്വാസത്തിൻ്റെ കാലത്തേക്കാണ് ഇവർ പ്രവേശിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ വർഷത്തെ വ്യാഴത്തിൻ്റെ 7ലേക്കുള്ള മാറ്റവും കൂടെ ആയപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള 2023 ഏപ്രിൽ 22 23 കാര്യമാണ് പറയുന്നത്. വ്യാഴത്തിൻ്റെ 7 എന്ന ഭാവത്തിൽ നിവൃത്തി സ്ഥാനത്തേക്കുള്ള മാറ്റം, വിദേശയാത്രയൊക്കെ പറയാവുന്ന ഒരു ഭാവമാണ് 7. അങ്ങോട്ടുള്ള മാറ്റം കൊണ്ട് ഇവർ നിരവധി യാത്രകൾ 2023 മുതൽ 24 ഏപ്രിൽ വരെ നിരവധി യാത്രകൾ, ദൂരയാത്രകൾ, വിശേഷപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേക തരത്തിലുള്ള നല്ല 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 സുഖാനുഭവങ്ങൾ, സൗഖ്യങ്ങളൊക്കെ അനുഭവിച്ച് കാണാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഉണ്ട്. 7 വ്യാഴവും 5 ശനിയും നിൽക്കുന്ന കാലമായിരുന്നു കടന്നു വന്നിരുന്നത്. ഇവരുടെ ഈ നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യവും സാധിക്കുക, ഏതിനെ ഇറങ്ങി തിരിച്ചാലും അത് സാധിച്ചു കിട്ടുക, അങ്ങനെ ഒരു സഹായം എവിടെ നിന്നും കിട്ടിയത് സാധിച്ചു കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പുറത്തേക്കുള്ളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഒരു എമിഗ്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പുറത്തൊക്കെ US, കാനഡ, അങ്ങനെയുള്ള ജർമ്മനി, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഒരു ടെമ്പററി വിസയ്ക്കോ അല്ലെങ്കിൽ ഒരു അവിടുത്തെ വർക്ക് പെർമിറ്റിനൊക്കെ അപേക്ഷിച്ച് അതൊക്കെ അപ്രൂവ് ചെയ്ത് കിട്ടുക, എംബസി അറ്റസ്റ്റേഷൻ കിട്ടുക, അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും ആ സമയത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ സാധിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു സമയമായിരുന്നു ഇവർക്ക് 2024 ഏപ്രിൽ അവസാനം വരെയുള്ള സമയം ഈ തുലാം രാശിക്കാർക്ക്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, 2024 ഏപ്രിൽ അവസാനത്തോടുകൂടി എല്ലാവർക്കും ഏപ്രിൽ ആദ്യം അനുഭവത്തിൽ വന്നു കാണാം, ഇവർക്ക് വ്യാഴം അഷ്ടമം എന്നൊരു ഭാവത്തിലേക്ക് പ്രവേശിച്ചു. വ്യാഴത്തിൻ്റെ ഗോചരഫലങ്ങളിൽ ഏറ്റവും വളരെ മോശം ഫലങ്ങളെ പറയേണ്ട ഭാവമാണ് അഷ്ടമം. അഷ്ടമം ദുരിതമായൊരു മാറ്റമാണ്. അപ്പോൾ തുലാം രാശിക്കാർക്ക് 5 വ്യാഴം നിൽക്കുന്നു. 5 മനസ്ഥാനമാണ്. മനസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ മനസ്സിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവും എന്നുള്ളതാണ് പറയേണ്ടത്. അല്ലാണ്ട് കണ്ടശനി, 7 ശനി, അഷ്ടമ ശനി പോലുള്ള ദോഷങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള ഒരു ഫലവും അവിടെ പറയേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വ്യാഴപ്രസാദം ഉള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ പോയിരുന്നെങ്കിൽ പോലും ഈ വർഷം വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി ഇവർ അതിരൂക്ഷമായ ഒരു പരീക്ഷണത്തിലേക്കാണ് പോകുന്നത് ഈ രാശിക്കാർ. അങ്ങനെ അത് കഴിഞ്ഞു ആ ഒരു സമയങ്ങളൊക്കെ. എന്നാലും ആ ഒരു സമയം വളരെ രൂക്ഷമായിരുന്നു. നമുക്കെതിരെ എല്ലാവരും നമ്മുടെ തൊഴിൽ മേഖലയിലും മറ്റുള്ള സമൂഹത്തിലൊക്കെ ആൾക്കാർ നമ്മളൊരു നമുക്കെതിരെ അപവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുക, നമ്മളെന്തോ ഒരു കുറ്റക്കാരനാണെന്ന രീതിയിൽ മറ്റുള്ളവർ സംസാരിക്കുക, നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്കെതിരെ നമ്മുടെ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഗൂഢാലോചന നടത്തുക, നമുക്കെതിരെ തിരിയുക, നമ്മളെ ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ നമ്മളുടെ തേജസ്സും ഒക്കെ നശിച്ച് നമ്മളൊരു മാനസിക വിഷമത്തിന് അടിപ്പെട്ട് നമ്മുടെ തലമുടി മുതൽ പെരുവിരൽ നഖം മുതൽ തലമുടി വരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഒരു നാശം സംഭവിക്കുക, ഒരു ക്ഷയം സംഭവിക്കുക, ഒരു മനുഷ്യൻ്റെ കോലം കെട്ട് പോകാന്ന് പറഞ്ഞ അവസ്ഥ വരെ, ഉറക്കവും ഊണും ഒക്കെ യഥാസമയം നടക്കാതെ വരിക, അങ്ങനെ കടുത്ത മാനസിക വിഷമത്തിലാവുക. ഒരു പക്ഷേ ഒരു നെഗറ്റീവ് ചിന്ത, ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ അവരെയും തെറ്റു പറയാൻ കഴിയില്ല. അത്തരം രൂക്ഷ സമയത്തിലൂടെയാണ് തുലാം രാശിക്കാർ ഈ 2024 ഏപ്രിൽ മുതൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻ 2024 ഒരു ജൂലൈ ഓഗസ്റ്റോടുകൂടിയൊക്കെ തന്നെ ശനിയുടെ വക്രഗതി ആരംഭിച്ചത് കൊണ്ടിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. അതുവരെ ഉള്ള ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള ഒരു 3-4 മാസം വളരെ രൂക്ഷമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഈ രാശിക്കാർ കടന്നുപോയെന്ന് പറയേണ്ടതായി വരും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനെ കടന്ന് ഒക്ടോബർ മാസം 9-ാം തീയതിയോടുകൂടി വ്യാഴം ആ അഷ്ടമശനി ദുരിതം ചെയ്ത വ്യാഴം വക്രത്തിൽ പോയതോടുകൂടിയാണ് ഈ രാശിക്കാർക്ക് ഒരു ആശ്വാസമായിട്ടുള്ളത്. അപ്പോൾ ആ ആശ്വാസം തുടരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞു ആ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം വന്നതിന് ശേഷം ആ ഒരു വക്രത്തിൻ്റെ ഒരു ആനുകൂല്യം ഇവർക്കുണ്ട്. അത് ഫെബ്രുവരി 4 വരെ ഉണ്ടാകും എന്നുള്ള ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർക്ക് വക്രഗതിയിൽ നിന്ന ശനി നേർഗതിയിൽ വന്നതോടുകൂടിയിട്ട്
ഇപ്പം ഈ വൃശ്ചികമാസത്തിൻ്റെ ഫലങ്ങൾ പൊതുവിൽ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളാണ്. അനുകൂലമായ ഒരു മാറ്റവും ആ ഒരു എല്ലാ തരത്തിലുള്ള ടെൻഷനുകളിൽ നിന്നും മുക്തനാകാൻ സാധ്യതയുള്ള ഒരു സമയത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുലാം രാശിക്കാരുടെ വൃശ്ചിക മാസത്തെ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അവർക്ക് സൂര്യൻ 2ാം ഭാവത്തിലേക്ക് പകരുന്നത് ഒരാശ്വാസം, പൊതുവിൽ ഒരു ആശ്വാസത്തിലേക്കാണ് അത് വരുന്നത്. ജന്മരാശി തുലാം രാശിയിൽ സൂര്യൻ ഉണ്ടായിരുന്നു. തുലാം മാസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ വൃശ്ചിക മാസത്തിൽ സൂര്യൻ പോയല്ലോ. അപ്പോൾ വൃശ്ചികത്തിലേക്ക് സൂര്യൻ മാറിയപ്പോൾ ഒരു ആശ്വാസം ഇവർക്കുണ്ട്, ജന്മരാശിയിൽ നിന്ന് സൂര്യൻ പോയത് കൊണ്ടിട്ട്. പാവന്മാർക്ക് ജന്മരാശി കൂടെ ശനി, ചൊവ്വ, സൂര്യൻ ഒക്കെ രാഹുകേതുക്കളൊക്കെ കടന്നു പോകുമ്പോൾ, വ്യാഴമായ പോലും ഏത് ഗ്രഹമായാലും ജന്മരാശി കൂടെ പോകുമ്പോൾ ജാതകത്തിന് അരിഷ്ടം അവിടെ വരും. ആ ചന്ദ്രരാശിയിലുള്ള നക്ഷത്രകാർക്ക് അരിഷ്ടം അവിടെ വരും. അപ്പോൾ അതെന്തായാലും കഴിഞ്ഞു. ഇനി ബുധൻ 2, വാക്സ്ഥാനമായ 2, വാക്സ്ഥാനവും സ്വരസ്ഥാനവും ഒക്കെ 2ൽ ബുധൻ നിൽക്കുന്നത് നമ്മുടെ ആശയവിനിമയത്തെ മെച്ചപ്പെടുത്തും. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ചുകൂടെ നന്നായിട്ട് വളരെ ഉചിതമായിട്ട് സംസാരിക്കാനുള്ളൊരു പ്രേരണ ബുധൻ്റെ ആ സ്ഥിതി നമുക്ക് തരും. അതുപോലെ തന്നെ ശുക്രൻ 3 നിൽക്കുന്ന ശുക്രൻ നല്ല ഫലങ്ങളെ നൽകുന്നത്. അപ്പോൾ നമുക്ക് ശുക്രനെ കൊണ്ടിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ചിന്തിക്കാം. നമുക്ക് മനസ്സിനും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുക. ഒരു വിനോദം ആയിട്ട് ഒരു ഉദാഹരണം, ഒരു നല്ലൊരു സ്ഥലത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോയാൽ നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെടുക, നല്ലൊരു റെസ്റ്റോറൻറ്റിന് നമുക്ക് പോയി അങ്ങനെ പോകാനുള്ളൊരു അവസരം ഉണ്ടാവുക, ഒക്കെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടിട്ടാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ഒരു നല്ല രീതിയിലുള്ള വസ്ത്രം വാങ്ങിക്കാൻ കഴിയുക, ഒക്കെ വസ്ത്രം, അതുപോലെ തന്നെ ആർഭാടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആഭരണങ്ങൾ, അങ്ങനെ നല്ല രീതിയിലുള്ള ഭോജനങ്ങൾ, നല്ല രീതിയിലുള്ള പാനീയങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ ഈ ശുക്രൻ്റെ ഒരു സ്ഥിതിയിലാണ് നമുക്കങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല വിശേഷമായ സ്ഥിതിയല്ലേ. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള അനുഭവ ഫലങ്ങൾ ഈ മാസം നൽകും. 10 കർമ്മസ്ഥാനമായ 10ൽ നിൽക്കുന്ന ചൊവ്വ ഇവരെ കർമ്മത്തിൽ എപ്പോഴും പ്രവർത്തനനിരതരാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും കർമ്മത്തിൽ മുഴുകിയിരിക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകും. അത് കർമ്മസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, മനസ്സിലാക്കിയിരിക്കുക. ഒക്ടോബർ 9 മുതൽ തുടരുന്ന വ്യാഴത്തിൻ്റെ വക്രം അവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടേ കൊടുക്കും. അത് അടുത്ത വർഷം ഫെബ്രുവരി 4 വരെ വ്യാഴത്തിൻ്റെ വക്രമുണ്ട്. ആ വക്രം ഈ രാശിക്കാർക്ക് അനുകൂലമാണ്. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളാണ് അതിൻ്റെ ഫലം. 6ൽ നിൽക്കുന്ന ശത്രുസ്ഥാനം, ഋണരോഗ ശത്രുസ്ഥാനമായ 6ൽ നിൽക്കുന്ന സർപ്പം രാഹു ആ ശത്രുക്കളെ എല്ലാം ഉന്മൂലനം ചെയ്യും. ഈ രാശിക്കാരുടെ തെളിഞ്ഞും മറഞ്ഞും ഒക്കെ നിൽക്കുന്ന ശത്രുക്കളെയൊക്കെ ഈ 6ൽ നിൽക്കുന്ന സർപ്പം, 6 ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള 6ൽ നിൽക്കുന്ന സർപ്പം ഉന്മൂലനം ചെയ്യും. 12 നിൽക്കുന്ന 12 ഒരു നിഗൂഢ സ്ഥാനമാണ്. 6, 8, 12 നിഗൂഢമായ മറവ് സ്ഥാനങ്ങൾ. അവിടെ നിൽക്കുന്ന കേതു ഇവർക്ക് നല്ല സ്പിരിച്വൽ നോളജ്, ആത്മീയപരമായ നോളജ്, ജ്യോതിഷം, അങ്ങനെയുള്ള നിഗൂഢ ശാസ്ത്രങ്ങളിലുള്ള അറിവ് ഒക്കെ നേടുന്നതിനും പഠിക്കുന്നതിനും ഒക്കെയുള്ള സഹായിക്കുന്ന ഗ്രഹസ്ഥയാണ്. ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുലാം രാശിക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് പഠിക്കാൻ കഴിയുന്ന സമയമാണ്. കേതു ആ രാശിയിൽ നിൽക്കുന്നിടത്തോളം കാലം അതിന് അനുകൂല ഗ്രഹസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലം ശനി നവംബർ 15 മുതൽ, അതായത് വൃശ്ചിക മാസത്തിൻ്റെ ആരംഭത്തോടുകൂടി തന്നെ നേർഗതിയിൽ വരുന്നത് ഇവർക്ക് ആ ഒരു ശരീര ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ. മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. മനസ്ഥാനമായത് 5 കൊണ്ടിട്ട് അവിടെ ശനി നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും ഈ രാശിക്കാർക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് വെച്ചാൽ വൃശ്ചിക മാസം ആരംഭത്തോടുകൂടി തന്നെ കഴിഞ്ഞകാല പ്രശ്നങ്ങളൊക്കെ മാറി ഒരു ക്രമാനുഗതമായ തുടർച്ച, ഒരു ചെറുതാണെങ്കിൽ പോലും ക്രമാനുഗതമായ ഒരു വളർച്ച ഇവർക്ക് ഈ രാശിക്കാർക്ക് ഇനി വരും മുമ്പോട്ട്. അത് അടുത്ത വർഷം ഫെബ്രുവരി 4 വരെ തുടരെ ഇങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല രീതിയിലുള്ള യാത്രകൾ നടത്താൻ കഴിയും, നല്ല ഭക്ഷണം, നല്ല സൗഹൃദങ്ങൾ, നല്ല അങ്ങനെ ഭാഗ്യം എങ്ങനെയൊക്കെ പറയാമോ അത്തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളെല്ലാം വക്രഗതിയിൽ നിൽക്കുന്ന വ്യാഴവും കൊണ്ടുതരും. ഈ മാസം പ്രത്യേകിച്ച് ശുക്രൻ്റെ സ്ഥിതിയും അനുകൂലമായതുകൊണ്ടും ചൊവ്വയുടെയും ബുധൻ്റെയും ഒക്കെ സ്ഥിതി അനുകൂലമായതുകൊണ്ടും രാഹുവും കേതുവും അനുകൂലം തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായൊരു അവസ്ഥയിൽ കൂടെ പോകുന്നു. ശനിയുടെ ഒരു മനസ്ഥാനമാണെന്നൊരു ഡ്രോബാക്ക് ഒഴിച്ചാൽ ഏകദേശം സമ്പൂർണ്ണമായിട്ട് എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായ സ്ഥിതിയാണ് തുലാം രാശിക്കാർക്ക്. അപ്പോൾ അവർക്ക് ഒരു ആശ്വാസവും ഒക്കെ എല്ലാ രംഗത്തും പുരോഗതിയും ഒക്കെ ഉണ്ടാവും. ഇവരുടെ ഭാഗ്യങ്ങളും ഇവരുടെ സാമ്പത്തികമൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടി തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക.
എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ തുലാം രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മോശം കാലയളവിൽ നിന്ന് വന്ന് നിൽക്കുന്ന രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.